ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഏറ്റവും താളം തെറ്റിയ വ്ളോഗിലേക്ക് സ്വാഗതം. സംസാരിക്കാൻ തന്നെ പറ്റുള്ള ആകെ ഡെങ്ങറായി. ഇന്നലെ ഉറങ്ങിയില്ല, മിനിയാന്ന് ഉറങ്ങിയില്ല. മിനിയാന്ന് വിചാരിച്ച് 30 നോമ്പ് ഉണ്ടാവും, കഴിഞ്ഞ പെരുന്നാളൊക്കെ 30 നോമ്പാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മ എന്ത് ചെയ്തില്ല, ഉറക്കം ഇതാക്കിയില്ല. ഇന്നലെ മൊത്തം ഉറങ്ങാണ്ട് പിന്നെ ഇന്നലെ രാത്രി അമ്മായിമ്മക്ക് വ്ളോഗ്, അത് എഡിറ്റിങ് കാര്യങ്ങളും ഉള്ള കണ്ട സ്ഥലത്തൊക്കെ പോയി. സഹലിന് എവിടെ ഇല്ലാത്ത പൂതിയൊക്കെ ഇറങ്ങുന്നത്, പുട്ട് തിന്നണം, അത് ഇതൊക്കെ അതൊന്നും പോറാൻ ചോദിച്ചാല്ല. സാല് ക്യാമറ പിടിക്കുന്ന സാല് തഞ്ചത്തിൽ എവിടേക്ക് ഒഴിവാൻ പറ്റുമോ അതൊക്കെ ഒഴിവാകും. നിങ്ങ ത്രസിപ്പിക്കുന്ന പെരുന്നാള വ്ളോഗും പിന്നെ ത്രസിപ്പിക്കുന്ന ഈദിന്റെ രാവിലത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കണേ. അത് കഴിഞ്ഞിട്ടുള്ള തുടർച്ചയായ 3-ാം വ്ളോഗാണ് കാണുന്നത്. അപ്പൊ ഒരു ദിവസത്തിൽ 3 വ്ളോഗ് എടുക്കുന്നത് എന്റെ മുത്തേന്റെ മുഖം കാണൂല. അപ്പൊ അർജുൻ അല്ലടാ, ഓൺ വീഡിയോ ആണോ? അപ്പൊ നമ്മുടെ ആഗ്രഹം ഇങ്ങനെ വ്ളോഗ് ഇടണമെന്ന്. അപ്പൊ അത് സഫലീകരിക്കാൻ നമ്മളെ സഹായിച്ച സാഹിലിനൊരു നന്ദി. പിന്നെ നമ്മുടെ വീഡിയോസിനും ഫോട്ടോസിനും ഒരുപാട് അപ്പൊ ഒരുപാട് എന്താണ് നമുക്ക്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റിന് ശേഷം എല്ലാരും മറ്റേ പള്ളി പോണ കുർത്ത ജുബ്ബ വാപ്പലൊക്കെ വന്നിട്ട് പിന്നെ എല്ലാരും കോഴിക്കോട് വിഗ്രഹം വന്നേക്കണം. അപ്പൊ ഈ ലുക്ക് റേറ്റ് ചെയ്യാൻ നിങ്ങ അടുത്ത ആള് സഹലിനെ കാണിച്ചു തരാം. എന്താണ് പിന്നെ അപ്പൊ സൽമാൻ കാണിക്കും. സൽമാൻ എന്ന് വെച്ചാല് വകുപ്പിന്റെ ആളാണ് സൽമാൻ. അപ്പൊ സൽമാനാണ് ഈ പെരുന്നാൾ കൊണ്ടുവന്ന് എല്ലാരും പറഞ്ഞു നീല കുർത്ത വൈറ്റ് ഷർട്ട്. ആദ്യം പോയി ഞാൻ അടുത്ത ഷർട്ട് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും സൂം ചെയ്താൽ ഞാൻ പറഞ്ഞോളാം. സായില് രാവിലെ ബ്ലാക്ക് ഇട്ട് വൈകിട്ട് വൈറ്റ് ടീഷർട്ട് ഇടാൻ നോക്കിയാണ്. നീല ഷൂ ഒക്കെ കൊള്ളല നോക്കിയ ഷർട്ടൊക്കെ ഏതാണ് ഒരു മനുഷ്യരില്ല ഷർട്ട്. കണ്ണാടി ഇന്നലെ 250 റുപ്യക്ക് പനയപ്പള്ളിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് 2500 ബില്ല് അവിടെ നിന്ന് ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വ്ളോഗ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് തോന്നുന്നു. പിന്നെ എന്താ പറഞ്ഞ പിന്നെ ഭയങ്കര പിന്നെ ഇന്നലെ വ്ളോഗിൽ എൻ്റെ ടച്ചിങ് ആയ ഒരു സംഭവം ഉണ്ടായി. എന്താണ് സാധനം പറയാൻ പറ്റുമോ? പിള്ളേര് മറ്റേ അത് ചെയ്യില്ല. പിള്ളേര് വന്നിട്ട് സുഹൃക്കാക്കാൻക്കൊരു മന്തി അങ്ങനെ ചോദിച്ചപ്പോ നമ്മ അവരോട് ക്ലോസ് ആയതുകൊണ്ടുള്ള അവരങ്ങനെ ചോദിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയി. പിന്നെ ഇനി ചിലപ്പോ നമ്മ വൈഫിലേക്ക് നമ്മളെല്ലാം പോവും. അപ്പൊ നമ്മ ഫോട്ടോച്ചിയുള്ള പെരുന്നാള് ഫോട്ടോച്ചി നോർമൽ ഡേയ്സിൽ ആരും ഉണ്ടാവില്ല. ഫോട്ടോച്ചി ഇവിടെ ഇത്ര ആൾക്കാരുള്ളൂ. പക്ഷെ ആ റോട്ടിലില്ലേ നമ്മ സ്ഥിരം ഫോട്ടോ എടുക്കണം, നമ്മൾ ഷൂട്ട് ചെയ്യാൻ റോട്ടില് നിന്ന് തരിക ആളില്ല, നിന്ന് തരിക സ്ഥലമില്ല. അജാതി എന്താ പറയുക, തിരക്കാണ്. അപ്പൊ സായില് നല്ല ഫോട്ടോ സായില് സൈഡാവും. സായില് എന്നിട്ട് സൽമാൻ കേട്ടാ എവിടുന്നാടൊക്കെ പോയി റെന്റിന് വണ്ടി എടുത്ത് അപ്പുറത്തേക്കാണ് 100 റുപ്യ കൊടുത്തിട്ട് 5 മിനിറ്റത്തേക്ക് വെച്ചേക്കണ. ആറ്റിറ്റ്യൂഡ് കളിയില്ല. നോക്കടി സ്റ്റൈല് നോക്കടി. അപ്പൊ ചിക്കു തന്നെയുണ്ട്. അപ്പൊ ചിക്കു അവന്റെ വണ്ടിന്റെ അകത്ത്. അപ്പൊ ചിക്കു അപ്പൊ പെങ്ങന്മാരെ ഭയങ്കരമായിട്ട് ക്ലോസ് ടു ആയിട്ട് വെക്കുന്നതാണ് ചിക്കു. ചിക്കു പെങ്ങന്മാർക്ക് വേണ്ടി ഫോട്ടോ പെങ്ങന്മാർക്ക് വേണ്ടി തന്നെയാണ് പോയത്. നീ എവിടെ പോയാണ്? ആരുമായിട്ട് അനിയത്തിനായിട്ടാന്ന് പറയണ്. നമുക്ക് ഇന്നൊരു ഡബിൾ സെക്കൻഡോടും പറയാ എന്താണ് സംഭവിച്ചാണ്. പിന്നെ പരേഡിലൊക്കെ ഇത് കഴിഞ്ഞ പെമ്പിള്ളേരെ കറക്കി നോക്കി അയത്തേക്ക് നോക്കി എന്തായാലും മൂട്. പിന്നെ കുറെ ടീമുകളുണ്ട് ഈ വണ്ടി എടുത്ത് വെറുതെ ഫോട്ടോ എടുത്ത് സെറ്റപ്പായി വന്നിട്ട് എന്ത് ചെയ്യണത്, വെറുതെ കറങ്ങി ചിക്സ് നോക്കണത്. ചിക്സ് കുറവാണ് അല്ലേ? നമ്മയൊക്കെ ഇനി ഏജ് ആയിട്ടാണ്. നമുക്കൊക്കെ 20 വയസ്സുള്ളു. എനിക്കൊക്കെ സാലിനൊക്കെ 22 വയസ്സുണ്ട്. 20 വയസ്സുള്ളു. പക്ഷേ ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങളൊക്കെ അല്ല ചെറുതുങ്ങള് അല്ലേ, 15-16 വയസ്സ്. നമ്മക്ക് പിന്നെ അങ്ങനല്ല, എല്ലാം പിള്ളേരല്ലേ. നമ്മളെ പെങ്ങന്മാർക്ക് എന്റെ പെങ്ങളൊക്കെ അതീ പഠിക്കുന്നത്. അമ്മായി എന്റർടൈൻമെന്റ് ഇങ്ങനെ ചിക്സിനെ നോക്കുമെങ്കിലും പക്ഷേ അപ്പൊ നമ്മളെ ആൽബർട്സിന്റെ പൊന്നും താരം നെല്ലാസിന്റെ തലവൻ
തലവൻ ഹലോ ഗൈസ് ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ നമ്മുടെ ഏറ്റവും പുതിയ അപ്പൊ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാ, അതായത് എന്താണ് പെരുന്നാളിൽ ഫോട്ടോ വെച്ച് നടക്കുന്നത്, ആ ഒരു കണ്ടന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് പരേഡ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്നാണ്. അപ്പൊ സൽമാനാണ് തലവൻ, ഈ കൂടുതൽ ഹെഡ് എന്ന് പറയുന്നത് സൽമാനാണ്. അപ്പൊ സൽമാൻ ചിക്കൂനായിട്ട് ഫോട്ടോ എടുക്കാൻ പോണാണ്. അപ്പൊ സൽമാൻ എന്തൊരു സ്ഥലം കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ചിക്കോട് വടിയായിട്ട് ഇപ്പോഴാ വന്നത് ലോകൊക്കെ ആയിട്ട്. ആ സ്ഥലം കണ്ടിട്ട് ഇന്ന് രാവിലെ നമ്മ നിസ്കരിച്ച സ്ഥലം അല്ലെ, അതിനെന്താ തെറ്റിപ്പോന്ന് പറഞ്ഞതല്ലേ. അപ്പൊ രാവിലെ അത്, വൈകുന്നേരം ക്രിക്കറ്റ് കളി അല്ല അവര് ചിക്കുന്റെ ഡ്രസ് എങ്ങനെയെന്ന് റേറ്റ് ചെയ്യാ. ചിക്കുന്റെ ഔട്ട്ഫിറ്റ് ഇത് 5000 സഹൽ, ഇത് 5000 അനു, ഇത് അവനല്ല എന്താണ് എന്താണ് അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത്. ഓഫ് പാരീസ് എന്താണ് കമന്റ് ചെയ്യാ. പിന്നെ സായില് എല്ലാ പെരുന്നാളും ഒളിപ്പിച്ച് വെച്ച് ഔട്ട്ഫിറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ വന്നിട്ട് മൂഡില് വന്ന് കണ്ണാടയും വെച്ചിരിക്കണാണ് സായില് ഔട്ട്ഫിറ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സ്പോർട്സ് ഷൂ ആണ് അത് കൊള്ളാം, സ്പോർട്സ്. പക്ഷെ ഇത് അല്ല, അതിന്റെ മോനെ അറിയാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ഫോട്ടോ എന്താണ് AC പിന്നെ ഫോട്ടോ ഷീലുണ്ടായാലൊക്കെ കമന്റ് ചെയ്യാ. ഒരുപാട് പേര് കൈ കാണിച്ച് പോയിട്ട് കൈ കാണിക്കാണ്ടിരിക്കാൻ പറ്റി. ഞാൻ കൈ കാണിച്ചിട്ട് കൈ കാണിക്കാണ്ട് ആൾക്കാരുണ്ട് കേട്ടാ. ഇന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമോടെ ഒരു മെസ്സേജ്, ബ്രോ വലിയ വ്ളോഗറൊക്കെ പോയപ്പോൾ കൈ കാണിച്ചിട്ട് തിരിച്ചടിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, ഞാനാണ് ഉറക്കത്തിന് കാട്ടിൽ, നീ കണ്ടില്ല അല്ലേ. ഞാൻ കുറച്ചുറങ്ങി. ഞാൻ അമീനെ വിളിച്ച് സീൻ കണ്ട നീ, അമീനെ കുറെ വിളിച്ച് നീ കണ്ടേ വ്ളോഗില്. അമീൻ നോക്കാട് പോയി കേട്ടില്ല. ഇപ്പൊ എനിക്കത് അതൊരു എന്താണ് വിട്ടുമാറാ സ്വപ്നമായി പോയി. എന്താ നമുക്കെന്നെ പറഞ്ഞ പിള്ളേര് പാടെ നടക്കണ വ്ളോഗ് പോയിക്കോട്ടെ. എത്ര മിനിറ്റായി? 5:30 ഓക്കെ. നോക്കി എവിടെയും എല്ലാ ടീമിലും നോക്കി അങ്ങനെ അടിച്ച് അല്ല. +2 കാലഘട്ടം, ഡിഗ്രി ഫസ്റ്റ് ഇയർ കാലഘട്ടത്തിൽ നമ്മനെ വിചാരിക്കും ത്രിബിൾ അടിച്ച് വന്ന മാസാണെന്ന്. മനസ്സിലായോ? അങ്ങനല്ല, സായിലേ പറ നല്ല കണ്ടന്റ് കൂടെ എത്ര ആശി. പിന്നെ നമ്മ ഇവിടെ നോക്കി ബാക്കി ചിക്കൂടെ കളിയൊക്കെ നിർത്താം. നമ്മ ഇനി വന്നേക്കണത് എവിടെയുണ്ടത്? പാരഗൺ മുമ്പില് ചിക്കു വന്നതിനാ 4 ആൾ നോക്കുന്നു. അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ നോക്കുന്നു. നിനക്ക് ഈ കറിയൊക്കെ നിനക്ക് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. വ്ളോഗ് കണ്ടെനിക്കറിയാ, ഇതൊരു കട്ട് വ്ളോഗാണ്. എല്ലാരും പമ്പരക്കട്ട് അല്ലേ. ഇവനൊക്കെ കാറിക്കട. പിന്നെ വെല്ലുമായൊട്ടി പോകുന്നവരുണ്ടായി, പോയി മാഷാ നമ്മ പോയി. പക്ഷെ എന്താ പറ്റിയില്ല, കൊറേ അധികം ഫാമിലി മെമ്പേഴ്സ് ആയതുകൊണ്ട് എൻജോയ് ചെയ്യാൻ ഡെയിലി വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. നല്ല മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ എല്ലാം. ചിക്കൻ ബിരിയാണി ചിക്കൻ
ബിരിയാണി വല്ലുമാള് എല്ലാം കഴിച്ച നല്ല ടേസ്റ്റ് ഉണ്ടായി വല്ലുമ്മ. പിന്നെ ബാബിയ ഉണ്ടാക്കി ചിക്കൻ. ബാബിയാണ് വല്ലുമ്മ, മാമിയാണ് മാമിയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത്. ചിക്കൻ ബിരിയാണി മൂത്ത്. പിന്നെ എന്റർടൈൻമെന്റ് മാമമാരായിരുന്നു. മാമാക്കൊരു ഷൗട്ട് ഔട്ട്. മോനെ സീന പുള്ളി. അപ്പൊ നമ്മളെ വൈബുള്ള ആൾക്കാരാണ് എന്റെ വീട്ടിലുള്ളത്. നമ്മുടെ വൈബാ എല്ലാരും പക്ഷേ ഏറ്റവും ഇളയ മാമ കുറച്ച് മൂത്തളി മാമയാണ് അല്ലെങ്കിൽ ഇളയ ലാസ്റ്റ് വന്നാ, അതായത് സുഹേലിനെ പോലെ ഇരിക്കണ മാമ. അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ പെരുന്നാള്. ഒരാളെ നിൽക്ക് നോക്കി 150 ഫോട്ടോ വേണമെങ്കിൽ ഫോണിൽ കാണിച്ചാ അണ്ട് പറഞ്ഞതായില് ഫോട്ടോ ഒന്നും ഇത് കാണുന്നവര് പറയുക ആരെ ഫോട്ടോ ആണ് കത്തിയത്. അത്യാവശ്യം ഡൗട്ട് ഇവന്റെ ക്യാമറേന്റെ ബാക്കി നിൽക്കണ സാഹിൽ മുഹമ്മദ്. എല്ലാവരും ഈ വ്ളോഗ് എൻജോയ് ചെയ്യുന്ന വിചാരിക്കണ്. ചിലപ്പോ ഇത് 2 വ്ളോഗ് ആയിരിക്കും, ചിലപ്പോ 1 വ്ളോഗ് ആയിരിക്കും. സായില് തീരുമാനിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ വ്ളോഗ് ഇറക്കാൻ തീരുമാനത്തിലാണ്. അപ്പൊ മസ്റ്റ് നമ്മൾ ഇന്നലത്തെ മറ്റേ പെരുന്നാള വ്ളോഗ് കണ്ട് കുറെ പേര് എനിക്ക് റിയാക്ഷൻ അയച്ചു. ചായ കുടിക്കാന്നപ്പോ നമ്മളൊരു പഴയ ഒരു സുഹൃത്തിനെ കട ഉണ്ടായി. പരിചയം വെച്ചാല് തല്ലുമാല വളർത്തി പറഞ്ഞില്ല, തച്ച് കിട്ടി വിട്ടത് അവനൊക്കെ വെറുതെ പിന്നെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണ്. അപ്പൊ അടുത്ത വ്ളോഗായിട്ട് പറഞ്ഞാല് ബൈ.